അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നേരത്തെ നമ്മൾ 3-ാം ക്ലാസ്സിലെ അഖീദയുടെ പാദവാർഷിക പരീക്ഷയ്ക്ക് വരുന്ന 4 പാഠഭാഗങ്ങളുടെ ഒരു റിവിഷൻ നടത്തിയിരുന്നു. ഇന്ന് ഇവിടെ നമ്മൾ പറയുന്നത് അഖീദയുടെ പുതുക്കിയ സിലബസ് അനുസരിച്ചുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വളരെ ശ്രദ്ധിച്ച് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. ഒന്നാമത്തെ ചോദ്യം, യോജിപ്പിക്കാം. നമ്മൾ മലക്കുകൾ എന്നുള്ള പാഠത്തിൽ 10 മലക്കുകളെ കുറിച്ചും അവരുടെ ഡ്യൂട്ടിയെ കുറിച്ചും നമ്മൾ കൃത്യമായി പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ആദ്യമായിട്ട് വന്നിട്ടുള്ളത്. ഒന്നാമത്തേത് സ്വർഗം കാക്കൽ. സ്വർഗം കാക്കൽ എന്നുള്ളത് ഏത് മലക്കിന്റെ ഡ്യൂട്ടിയാണ്? ഇസ്രാഫിലാണോ? അല്ല. അസ്രായിലാണോ? അല്ല. റിളുവാൻ അലൈഹിസ്സലാമാണ് സ്വർഗം കാക്കുന്ന മലക്ക്. അപ്പോൾ സ്വർഗം കാക്കുന്ന മലക്ക് റിളുവാൻ അലൈഹിസ്സലാം. ഇനി അടുത്തത് ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യൽ. ആരാണ് ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യൽ? ഇസ്രാഫിലാണോ? അല്ല. അസ്രായിലാണോ? അല്ല. റിളുവാൻ അല്ല. മാലിക് അല്ല. മുൻകർ നക്കീർ അലൈഹിമസ്സലാം. മുൻകർ നക്കീർ അലൈഹിമസ്സലാം ആണ് ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യുക. സൂർ എന്ന കാഹളത്തിൽ ഓതുന്നവരാരാ? ഇസ്രാഫീൽ അലൈഹിസ്സലാം. റൂഹുകളെ പിടിക്കലാരാ? അസ്രായിൽ അലൈഹിസ്സലാം. നന്മ തിന്മ എഴുതൽ ആരാ? റഖീബ് അലൈഹിസ്സലാം ആൻഡ് അതീദ് അലൈഹിസ്സലാം. നരകം കാക്കുന്ന മലക്കാരാ? മാലിക് അലൈഹിസ്സലാം. ഇങ്ങനെയാണ് അതിന്റെ ഉത്തരം. അപ്പോൾ വിദ്യാർത്ഥികൾ നിർബന്ധമായും ആ 10 മലക്കുകളുടെ പേരും അവരുടെ ഡ്യൂട്ടികളും പഠിച്ചിരിക്കുക തന്നെ വേണം. ഇനി അടുത്തത് ശരിക്ക് ശരി നൽകാം. ഈമാൻ കാര്യങ്ങൾ 6 ആകുന്നു 8 ആകുന്നു? 2 ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. ഈമാൻ കാര്യങ്ങൾ എത്രയാണ്? 6 ആകുന്നു. അപ്പോൾ 6ന്റെ നേരെ നമ്മൾ ശരി ഉത്തരം ശരി എന്നുള്ളത് നൽകണം. മലക്കുകളെ സൃഷ്ടിക്കപ്പെട്ടു. എന്തുകൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്? 2 ഓപ്ഷൻ ഉണ്ട്. പ്രകാശം കൊണ്ട്, മണ്ണുകൊണ്ട്. ഏതുകൊണ്ടാണ് മലക്കുകളെ സൃഷ്ടിച്ചിട്ടുള്ളത്? പാഠം നല്ല രൂപത്തിൽ വായിക്കണം. അവിടെ പറഞ്ഞിട്ടുണ്ട് പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പ്രത്യേകതരം സൃഷ്ടികളാണ് മലക്കുകൾ. ഇനി അടുത്തത്, ഖുർആൻ അവതരണം പൂർത്തിയായി. എത്ര വർഷങ്ങളെ കൊണ്ടാണ് ഖുർആൻ പരിപൂർണമായി അവതരിപ്പിച്ചത്? 25 വർഷം കൊണ്ട്, 23 വർഷം കൊണ്ട്. നമ്മൾ പാഠഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് 23 വർഷം കൊണ്ട്. ഇത് ഓർമ്മിക്കാൻ മറ്റൊരു ഓപ്ഷന് 40-ാമത്തെ വയസ്സിലാണല്ലോ നബിതങ്ങൾക്ക് നുബുവത്ത് കിട്ടിയത്. 63-ാമത്തെ വയസ്സിൽ വഫാത്തായല്ലോ. അപ്പൊ 40-ൽ നിന്ന് 63-ലേക്ക് 23 വർഷമല്ലേ? ആ വർഷങ്ങളെ കൊണ്ടാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ഇനി അടുത്തത് തൗറാത്തിന്റെ ഭാഷ. തൗറാത്തിന്റെ ഭാഷ ഏതാ? ഹീബ്രു, ഗ്രീക്ക്. 2 ഓപ്ഷനാണുള്ളത്. തൗറാത്തിന്റെ ഭാഷ ഏതായിരുന്നു? ഹീബ്രു. ഇനി അടുത്തത് ഉത്തരം എഴുതാം. ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ഏതിന്? ഈമാൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാ? നമ്മൾ പറഞ്ഞിരുന്നു 1-ാമത്തെ പാഠത്തിൽ വിശ്വാസപരമായ കാര്യങ്ങൾക്കാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. ഇതാണ് അതിന്റെ ഉത്തരം. അടുത്തത് ഇഹപര വിജയത്തിന് അനിവാര്യമാണ് എന്ത്? എന്താണ് അനിവാര്യമായത്? നമ്മൾ കിതാബുകൾ എന്നുള്ള പാഠത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇതാ, മനുഷ്യന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്, ഇഹപര വിജയമാണത്. അത് കരഗതമാക്കാൻ ജീവിതത്തിൽ ചില നിയമങ്ങളും ചിട്ടകളും പാലിക്കണം. അല്ലെ? അവ നിർമ്മിച്ചു നൽകാൻ അധികാരമുള്ളത് സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രമാണല്ലോ. അള്ളാഹു മനുഷ്യർക്ക് നൽകുന്ന നിയമനിർദ്ദേശങ്ങൾ അടങ്ങിയ ഗ്രന്ഥമാണ് അള്ളാഹുവിന്റെ കിതാബുകൾ. അപ്പോൾ ഇവിടെ ഇഹപര വിജയത്തിന് അനിവാര്യമാണ് എന്ത്? ആ നിയമങ്ങളും അതുപോലെ ചിട്ടകളും ഒക്കെ പാലിച്ചുകൊണ്ടുള്ള ജീവിതം അനിവാര്യമാണ് എന്ന് എഴുതിയാൽ മതി. ഇനി അടുത്തത്, ഖുർആൻ മാർഗനിർദ്ദേശമാണ് ആർക്ക്? ഖുർആൻ മാർഗനിർദ്ദേശമാണ് ആർക്ക്? ലോകാവസാനം വരെയുള്ള അൽ ഫുർഖാനുൽ അലീം എന്നുള്ള പാഠത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതക്കും മാർഗനിർദ്ദേശമാണത്. ഏത്? ഖുർആൻ. ഇനിയോ, മലക്കുകളുടെ വിശേഷണങ്ങളിൽ നിന്ന് 2 എണ്ണം എഴുതുക. നമ്മൾ മലക്കുകളുടെ കുറെ വിശേഷണങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ നിന്ന് 2 വിശേഷണം എഴുതുക. ഇതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവർ സ്ത്രീകളോ പുരുഷരോ അല്ല, അവർക്ക് ഉറക്കമോ മറവിയോ ഇല്ല. കുറെ വിശേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് 2 എണ്ണം എഴുതാനാണ് നമുക്ക് ചോദ്യത്തിലുള്ളത്. ഇനി അടുത്തത് വ്യക്തമാക്കാം. അള്ളാഹു ഇറക്കിയ കിതാബുകൾ എത്ര കിതാബുകൾ ഇറക്കിയിട്ടുള്ളത്? 4 കിതാബുകൾ. ഏടുകൾ എത്രയാണ്?
100 ഏടുകൾ ഇറക്കിയിട്ടുണ്ട്. ഇനി സബൂർ ഇറക്കപ്പെട്ട നബി ആരാകുന്നു? സബൂർ ഇറക്കപ്പെട്ട നബി ആരാ? ദാവൂദ് നബി അലൈഹിസ്സലാം. ദാവൂദ് നബി അലൈഹിസ്സലാമിനാണ് സബൂർ ഇറക്കിയിട്ടുള്ളത്. ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേത് ഏതാ? നമ്മളൊരു പാട്ട് പഠിക്കാൻ പറഞ്ഞിരുന്നു, ഈമാനുനാ ബില്ലാഹി വൽ മലായിക. അപ്പൊ ഒന്നാമത്തത് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, രണ്ടാമത്തത് മലക്കുകളിലുള്ള വിശ്വാസം. അപ്പൊ ഇവിടെ രണ്ടാമത്തത് ഏതാ? മലക്കുകളിലുള്ള വിശ്വാസം. ഇനിയോ അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ ഒരെണ്ണം എഴുതാനുള്ളൂ. നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് കുറെ വിശേഷണങ്ങൾ ഒന്നാമത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ ഒരെണ്ണം എഴുതാനാ പറഞ്ഞിട്ടുള്ളത്. അവൻ ഒരുവനാകുന്നു, അത് എഴുതിയാൽ മതി. അവൻ ഒരുവനാകുന്നു, അവനൊരു കൂട്ടുകാരുമില്ല, ആദ്യവും അവസാനവും ഇല്ല, ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ്. കുറെ വിശേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ ഒരെണ്ണം എഴുതുക. അപ്പോൾ അള്ളാഹു ഒരുവനാണ് എന്ന് അവിടെ എഴുതാം. ഇനിയോ പൂരിപ്പിക്കാനുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ ആ പാട്ട് പഠിക്കണം. ഈമാൻ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പാട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഈമാനുനാ ബില്ലാഹി വൽ മലായിക വൽ കുതുബി വർ-റുസുലി വയൗമിത് തഹ്ലുക. അതുവരെ എഴുതിയാൽ മതി. അപ്പോൾ ആ പാട്ട് നിർബന്ധമായും പഠിക്കണം. ഇനി ഇവിടെയോ അൽ ഫുർഖാനുൽ അളീം എന്നുള്ള പാഠത്തിൽ നമ്മൾ പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ. ഖുർആനിൽ എന്ത് ചെയ്യാൻ പറ്റൂല, അള്ളാഹു ആണ് അതിനിറക്കിയത്. ഖിയാമത്ത് നാൾ വരെ അള്ളാഹു തആല തന്നെ അതിനെ സംരക്ഷിക്കുമെന്ന് അള്ളാഹു തആല പറയാണ് ഖുർആനിൽ. അപ്പോൾ ആ ആയത്ത് ഇവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആയിട്ട് വന്നിട്ടുണ്ട്, ഇതും പഠിക്കണം. അപ്പോൾ ഇതാണ് പുതുക്കിയ സിലബസ് അനുസരിച്ചുള്ള 3ാം ക്ലാസ്സിലെ അഖീദയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ പാഠങ്ങൾ ആവർത്തിച്ച് വായിച്ച് വിഷയങ്ങളെല്ലാം ഉൾക്കൊള്ളണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തി, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും അള്ളാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.